ഹായ് ഹലോ, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ മലയാളം പേപ്പർ 1 മലയാളം കേരള പാഠാവലിയിലെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിർദ്ദേശങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുക. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 1 മുതൽ 5 വരെയുള്ള ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റത്തത്. ചെല്ലുവിൻ ഭവാന്മാരെ ഗുരുവിൻ നികടത്തിലെല്ലായ്ക്കിലവിടത്തെ ചരിത്രം വായിക്കുവിൻ. നികടം എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നത് ഏത്? സമീപം, അകലത്തിൽ, ഗൃഹത്തിൽ, ഉയർച്ചയിൽ. സമീപമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അശാന്ത നഗരത്തിൽ നിന്ന് കൂടുവിട്ടു പറക്കാൻ മോഹിക്കുന്ന പക്ഷി തേടിയെത്തുന്ന നീലാകാശം. അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥവ്യാപ്തി എന്ത്? നീലാകാശം എന്നതാണ് ഇവിടെ അടിവരയിട്ടിട്ടുള്ളത്. ആകാശത്തിൻ്റെ വിശാലത, ആകാശത്തിൻ്റെ നീലിമ, ആകാശത്തിൻ്റെ കാഴ്ചകൾ, സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലത. എന്താണ്? ആകാശത്തിൻ്റെ നീലിമ എന്നാണ് ആൻസർ വരുന്നത്. 3ാമത്തെ ചോദ്യം. ഇത്രയും ചൊല്ലി പിരിഞ്ഞുപോയുമ്മ എന്നുൾ തട്ടിൽ കാപഢ്യം വെന്തെരിഞ്ഞു. കാപഢ്യം എന്ന പദത്തിൻ്റെ സൂചന എന്ത്? കഞ്ഞു കുടിക്കാതിരുന്നത്, കഞ്ഞിക്ക് ചമ്മന്തിയില്ലാത്തത്, വിശപ്പില്ലാഞ്ഞിട്ട് വിശപ്പുണ്ടെന്ന് നടിച്ചത്, ഉമ്മ ദേഷ്യപ്പെട്ടത്. ഏതാണ് ആൻസർ വരുന്നത്? 4ാമത്തെ ചോദ്യം. ദൈവസന്നിധി വിഗ്രഹവാക്യ രൂപമേത്? ദൈവവും സന്നിധിയും, ദൈവത്തിൻ്റെ സന്നിധി, ദൈവമാം സന്നിധി, ദൈവമാകുന്ന സന്നിധി. ഏതാണ് ദൈവസന്നിധി? ദൈവത്തിൻ്റെ സന്നിധി. ഇനി ഗദ്യന്തരം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഗതിതരം, ഗദ്യന്തരം, ഗതി അന്തരം, ഗദ്യക് അന്തരം. ഏതാണ്? ഗതി അന്തരമാണ് ഗദ്യാന്തരം. ഇനി 6 മുതൽ 8 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് 1-2 വാക്യത്തിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ് ചോദ്യം. 6ാമത്തെ ചോദ്യം. രാധാകൃഷ്ണന്റെ പ്രസംഗ വെള്ളച്ചാട്ടം. പ്രസംഗ വെള്ളച്ചാട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? അല്ലെ, പ്രസംഗ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് എന്താണ്? ആ പ്രസംഗത്തിൻ്റെ അത്രയും ഒഴുക്കാണ്, അത്രയും കാഠിന്യത്തോടെയുള്ള ആ ഒരു പ്രസംഗത്തിനെയാണ് ഇവിടെ ഉപമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ. ഒറ്റ വാക്യമാക്കി മാറ്റി എഴുതുക. അണ്ണാച്ചിയുടെ വീട്ടിൽ 4-5 കുടുംബക്കാർക്ക് അഭയം തേടിയെത്തി. അതിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അത് ഒറ്റ വാക്യമാക്കി എഴുതാനാണ്. ഇവിടെ 2 വാക്യമാക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. എങ്ങനെ ആക്കാം അത്? അണ്ണാച്ചിയുടെ വീട്ടിൽ 4-5 കുടുംബക്കാർ അഭയം തേടിയെത്തിയതിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒറ്റ വാക്യമാക്കിയില്ലേ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. യാത്രയുടെ നദിയിൽ ഒരു നീർക്കുഴി ഒരുക്കി വെച്ചു. യാത്രയുടെ നദി, നീർക്കുഴി എന്നീ പ്രയോഗങ്ങൾ എന്തിനെ കുറിക്കുന്നു? യാത്രയുടെ നദി എന്നുള്ളത് നമ്മളെ ജീവിതത്തിൻ്റെ ആ ഒരു വഴിയെയാണ് ഇവിടെ യാത്രയുടെ നദി, ആ ഒരു ഒഴുക്കാണ്. നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നതിനെയാണ് യാത്രയുടെ നദി എന്ന് പറയുന്നത്. അതിലുള്ള കണ്ണീരും സങ്കടങ്ങളും നിറഞ്ഞ അവസ്ഥകളെയാണ് നീർക്കുഴി എന്ന് ഇവിടെ ഉപമിച്ചിട്ടുള്ളത്. ഇനി 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ ഒരു പേപ്പറിൻ്റെ ഫുൾ പേജ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം, അല്ലേ? എന്നാലേ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ 9ാമത്തെ ചോദ്യം. ഭാരതപ്പുഴവക്ക് നീലയാത്ര, വൈരപ്പൊടി ചിതറിയ ആകാശം, ഇണങ്ങിയ ശ്രുതി, പാട്ടുവരുന്നില്ല, കളിയച്ചൻ ജനിക്കുന്നു. വൈരപ്പൊടി ചിതറിയ ആകാശം, ഇണങ്ങിയ ശ്രുതി, പാട്ടുവരുന്നില്ല എന്നീ പ്രയോഗങ്ങളുടെ ഭംഗി വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? നിങ്ങൾക്ക് ആ പാഠഭാഗം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വൈരപ്പൊടി ചിതറിയ ആകാശം, അല്ലേ? എന്താണ്? ആ ആകാശത്തിൻ്റെ ആ ഒരു ഭംഗിയെയാണ് പറയുന്നത്. ഇണങ്ങിയ ശ്രുതി, അല്ലേ? ആ ഒരു പാട്ടിൻ്റെ ശ്രുതിയെ പറയുന്നുണ്ട്. പാട്ട് വരുന്നില്ല എന്നീ പ്രയോഗങ്ങളുടെ ഭംഗി, ആ പാഠഭാഗം മനസ്സിലാക്കി പോയിന്റുകൾ, പാഠഭാഗത്തിൻ്റെ ആശയം ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങളിതിൻ്റെ ആൻസർ എഴുതാൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ. ആ മണിമുറ്റത്തു നിൻ സ്മിതത്തു പൊളിയെന്നെ യാതൊന്നും കണ്ടിടാതെ മടങ്ങി നിരാശനായി. കവിതയോട് എന്ന കവിതയിൽ പ്രകൃതി ദൃശ്യങ്ങൾ ആരുടെയൊക്കെ സാന്നിധ്യത്തെ ഓർമ്മപ്പെടുത്തുന്നു? വിശദമാക്കുക, അല്ലേ? മണിമുറ്റത്ത് നിൻ സ്മൃതി, അല്ലേ? നിങ്ങൾ ആ പാഠഭാഗം വായിച്ചിട്ടുണ്ടാവും. പ്രകൃതിയെക്കുറിച്ചിട്ടുള്ള ഓരോ കാഴ്ചപ്പാടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ. പ്രകൃതിയിൽ കാണാൻ കഴിയാത്ത കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി, അല്ലേ? അത് നിരാശനായിട്ട് മടങ്ങുന്നതാണ് ഇവിടെ കവി പറയുന്നത്. അപ്പോൾ ആ പോയിൻറ്റ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇനി 11ാമത്തെ ചോദ്യം. താരകമണിമാല ചാർത്തിയാൽ അത് കൊള്ളാം, കാറണിച്ചണി നീലെ പുരണ്ടോലതും
കൊള്ളാം. ഇല്ലിഹസംഗം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസ്സ വണ്ണമൻ ഗുരുനാഥൻ. മുകളിൽ കൊടുത്തിരിക്കുന്ന വരികളിലെ സാദൃശ്യ കൽപ്പനയുടെ ഔചിത്യം പരിശോധിക്കുക. അല്ലേ, ഇവിടെ എന്താണ്? താരകമണിമാല ചാർത്തിയാൽ അതും കൊള്ളാം. അല്ലേ, താരക നക്ഷത്രങ്ങൾ കൊണ്ടുള്ള മാല നിങ്ങൾ ഇട്ടാലും കൊള്ളാം. കാരണിച്ചണി നീളെ പുരണ്ടലച്ചാലും കൊള്ളാം. ഇല്ലിഹംസംഗം ലേപമെന്നിവ സമസ്വച്ഛ മല്ലയോ വിഹായസ്സ വണ്ണമൻ ഗുരുനാഥൻ. അല്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് തന്നാൽ കവിതയുടെ ആശയം മനസ്സിലാക്കിയിട്ട് അത് വിവരിച്ചിട്ട് എഴുതിയാൽ അതിനെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത്, കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വിശദീകരിച്ച് നിങ്ങൾക്ക് എഴുതിയാൽ ഇതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. 12ാമത്തെ ചോദ്യം. കുരുവിക്ക് കൂട് കൂട്ടാൻ വൻമരത്തിലെ ചെറുശാഖ മതി, ഉണങ്ങിയ ഇലകളും ചുള്ളിക്കമ്പുകളും മതി, ഭൂമിയുടെ സ്വപ്നം. ഈ വാക്യത്തിൽ തെളിയുന്ന കഥാനായകൻ്റെ മനോഭാവം എന്ത്? വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അതെന്താണ്? കുരുവിക്ക് ചെറിയ കൂട്ടിൽ കുരുവി താമസിക്കും, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആ പാഠഭാഗത്ത് ആ കഥാനായകൻ്റെ മനോഭാവം തിരിച്ചറിഞ്ഞ് ഈ കുരുവിയുടെ കൂടും എന്തിനോടാണ്, വൻമരങ്ങളിലെ ചെറുശാഖകളിലാണ് കുരുവികൾ കൂട് കൂട്ടുന്നത്, അല്ലേ? ഉണങ്ങിയ ഇലകളും ചുള്ളിക്കമ്പുകളും മാത്രം കൊണ്ടാണ് കുരുവി കൂട് തയ്യാറാക്കുന്നത്, അല്ലേ? അത് എന്തുകൊണ്ടാണ് കഥാനായകൻ ഈ ഒരു അവസ്ഥയെ ഇവിടെ പറയുന്നത് എന്ന് കഥ വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് വെച്ച് നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ വരണമെന്നില്ല, പക്ഷേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് വരിക. അതുകൊണ്ടാണ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഇനി 13ാമത്തെ ചോദ്യം. ഇന്നത്തെ ചെറുപ്പക്കാരായ കളിയോഗത്തിലെ കുട്ടികൾക്ക് എന്തറിയാം? അവരൊക്കെ കലയെ കാര്യമായി എടുക്കുന്നുണ്ടോ എന്നുറപ്പിച്ചു പറഞ്ഞുകൂടാ. ചിലരൊക്കെയുണ്ട്, ഇല്ലെന്നും പറയുന്നില്ല. വിരലിലെണ്ണാവുന്നവർ മാത്രം. കീർത്തിമുദ്രയിലെ വാക്കുകളാണ്. ആശാന്റെ വാക്കുകളുടെ കാലിക പ്രസക്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആശാൻ വരുന്ന തലമുറകളെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് വളർന്നു വരുന്ന ചെറുപ്പക്കാരായ കുട്ടികൾ അവർക്ക് കലയുടെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, പക്ഷേ അതിൽ ചിലരെല്ലാം മനസ്സിലാക്കുന്നവരും കലയുടെ മൂല്യം തിരിച്ചറിയുന്നവരുമുണ്ട്. എന്നാൽ അത് വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ, നമ്മളുടെ കലയുടെ പ്രാധാന്യം, അത് വഹിക്കുന്ന പങ്ക്, ഇതെല്ലാം തിരിച്ചറിയാൻ ആരും ഇന്ന് ശ്രമിക്കുന്നില്ല. ഇന്ന് മൊബൈലുകളും ഇൻ്റർനെറ്റുകളും വളർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ കല അന്യം നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തേത്. ഏതോന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാം അവേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ പൈക്കു പള്ളക്കിര തേടി വാടുന്ന പാവത്തിൽ കാണാം പടച്ചവനെ. വേദം എന്ന ശീർഷകം മേൽവരികളുടെ ആശയവുമായി എത്രമാത്രം യോജിക്കുന്നു? വിശദീകരിക്കുക. ഈ ഒരു വരി നോക്കുക. വേദം വിശപ്പറിഞ്ഞുകൊണ്ടാൽ പൈക്കുന്ന പള്ളിക്കിര തേടി പാവുന്ന പാവത്തിൽ കാണാം പടച്ചവനെ. വിശപ്പറിഞ്ഞുകൊണ്ടാൽ പൈക്കുന്ന പള്ളക്കിര തേടി പാടുന്ന പാവത്തിൽ വേദം പടച്ചവനെ, അവരിൽ നമുക്ക് കാണാൻ കഴിയും, ദൈവത്തിനെ നമുക്ക് കാണാൻ കഴിയും, അപ്പോൾ വേദം എന്ന തലക്കെട്ട് മേൽവരികളുടെ ആശയവുമായിട്ട് ഒരു വിശപ്പിൻ്റെ വില അറിയുന്നവനെ കുറിച്ചിട്ടുള്ള ഒരു കവിതയുടെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വേദം എന്ന് പറയുന്ന തലക്കെട്ട് ഈ ഒരു കവിതയ്ക്ക് വളരെയധികം അനുയോജ്യമാണ്. ഇനി 15 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക. 15ാമത്തെ ചോദ്യം. അമ്മയുടെ പ്രാർത്ഥനകളിൽ കരുത്താർജിച്ചു ദേവുവിൻ്റെ ഉണ്ണി മിടുമിടുക്കനാണേ, അയാൾ ഈ ആകാശവും പിന്തള്ളി വളരുന്ന തോന്നണേ, ഭൂമിയുടെ സ്വപ്നം. കഥാനായകൻ ഹർഷവർദ്ധനൻ്റെ അമ്മയുടെ സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾ പഠിച്ച പാഠഭാഗത്തു നിന്നും ഏതൊരു കഥാപാത്രത്തിൻ്റെയും കഥാനിരൂപണം തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കഥാപാത്രത്തെയും നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആ കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ നിങ്ങൾ ഉൾപ്പെടുത്തി അത് വിശദീകരിച്ച് അതിലെ നന്മയെ കണ്ടെത്തി നിങ്ങളത് വിശദീകരിച്ച് എഴുതണം.
ഇനി എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും കൂട്ടിച്ചേർക്കണം. പിന്നെ നിങ്ങളുടെ ഭാഷയിൽ അതിനെ വിശദീകരിച്ചെഴുതുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ പഠിച്ച പാഠഭാഗത്തിലെ എല്ലാ കഥാപാത്രത്തെയും മനസ്സിലാക്കി വേണം നിങ്ങൾ പോവാൻ. കഥാപാത്ര നിരൂപണം എന്തായാലും എഴുതാൻ വരുന്ന ഒരു ചോദ്യമാണ്. 16ാമത്തെ ചോദ്യം. ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തി ലല്ലായ്ക്കിലവടുത്തെ ചരിത്രം വായിക്കുവിൻ എൻ്റെ ഗുരുനാഥൻ. ഏതെല്ലാം മഹാന്മാരുടെ വ്യത്യസ്ത ഗുണങ്ങളാണ് ഗാന്ധിജിയിൽ കാണാൻ കഴിയുന്നത്? വിശദീകരണക്കുറിപ്പ് തയ്യാറാക്കുക. അല്ലേ, നമുക്കറിയാം നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ഭാഗത്തിലൂടെ വായിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് മഹാന്മാരുടെ വ്യത്യസ്ത ഗുണങ്ങൾ ഗാന്ധിജിയിൽ കാണാൻ കഴിയും. അതുമാത്രമല്ല, നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം നേടിത്തന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും എല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. അതെല്ലാം വിശദീകരിച്ച് നിങ്ങൾ എഴുതിയാൽ അതിൽ നിങ്ങളുടെ നിങ്ങളുടെ വിഷയം, നിങ്ങളുടെ കാഴ്ചപ്പാടും കൂടി ഉൾപ്പെടുത്തി കൺക്ലൂഷൻ ചെയ്യാം, അതായത് ഉപസംഹരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഇനി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ എന്തായാലും വരുന്ന ചോദ്യമാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിലും അവസാനത്തെ ചോദ്യം എന്താണ്? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഏത് കവിതയാണോ തരുന്നത് ആ കവിതയുടെ അർത്ഥം ആരാണ് എഴുതിയതെന്ന് ആദ്യം എഴുതുക. എന്നിട്ട് ആ കവിതയുടെ അർത്ഥം മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ കവിതയുടെ അർത്ഥം അതിലെഴുതുക. പിന്നെ അത് വിശദീകരിച്ച് രണ്ടാമത്തെ ഖണ്ഡികയായിട്ട് എഴുതുക. അവസാനം അതിന് നിങ്ങളുടെ ഒരു വേർഷൻ, നിങ്ങളുടെ കാഴ്ചപ്പാട് കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം ആ ഒരു ആസ്വാദനക്കുറിപ്പ് നിങ്ങളെ അവസാനിപ്പിക്കാൻ. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ആ കവിതയിൽ ഉപയോഗിച്ചിട്ടിരിക്കുന്ന മനോഹരമായ വാക്കുകൾ, വാക്യഭംഗി, ശൈലികൾ എല്ലാം ഉൾപ്പെടുത്തി നിങ്ങളുടെ ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മലയാളം എക്സാം എഴുതാൻ നമുക്ക് സമയം പോരാ, അല്ല, ഒരുപാട് എഴുതാനുണ്ടായതുകൊണ്ട് നമ്മൾ സമയം ഇങ്ങനെ ലിമിറ്റാണ് നമുക്ക്. അപ്പോൾ സമയം കൺട്രോൾ ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രമിച്ച് പഠിക്കുക. ഇപ്പോൾ തന്നെ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അക്ഷരത്തെറ്റില്ലാതെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എല്ലാവിധ മാർക്കും നിങ്ങൾക്ക് ലഭിക്കട്ടെ. എല്ലാവിധ ആശംസകളും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്.